നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അധിക്ഷേപ പരാമർശത്തിൽ RMP നേതാവ് KS ഹരിഹരനെതിരെ കേസ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് വടകര പോലീസിന്റെ FIR. പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും KS ഹരിഹരൻ. KS ഹരിഹരന്റെ വിവാദ പ്രസ്താവന തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റ് മനസ്സിലാക്കി ഖേദപ്രകടനം നടത്തിയ ഹരിഹരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ മറ്റുള്ളവർക്ക് മാതൃകയാകണമെന്നും പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് KS ഹരിഹരൻ പറഞ്ഞതെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. തെറ്റുപറ്റി, അതിനെ ന്യായീകരിക്കാനാകില്ല എന്നും ഷാഫി പറമ്പിൽ. വടകരയിൽ RMP നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ മന്ത്രി R ബിന്ദു. പൊതുരംഗത്തുള്ള സ്ത്രീകളെയാകെ അവമതിപ്പോടെ കാണുന്ന മുന്നണിയായി UDF അധപ്പതിച്ചെന്ന് വിമർശനം. കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. രാജ്യഭീഷണിയുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതി മണികണ്ഠനും തമ്മിൽ സൗഹൃദ ബന്ധമുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണം. നാളെ രാവിലെ 11 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. മോദി ഗ്യാരണ്ടിക്ക് മറുപടിയുമായി അരവിന്ദ് കെജ്രിവാൾ. സൗജന്യ വൈദ്യുതിയും വിദ്യാഭ്യാസവും ചികിത്സയും അടക്കം 10 കെജ്രിവാൾ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടിയും നടപ്പായില്ല എന്ന് വിമർശനം. BJPയിൽ 75 വയസ്സെന്ന പ്രായപരിധി കൊണ്ടുവന്ന മോദി സ്വന്തം കാര്യത്തിൽ ഒന്നും പറയുന്നില്ല എന്നും പരിഹാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമടക്കം 96 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തും. മത്സരരംഗത്തുള്ളത് 1717 സ്ഥാനാർത്ഥികൾ. 3 ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. ആന്ധ്രാപ്രദേശിൽ വോട്ടിന് പണം നൽകിയ വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. തിരുപ്പതിയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പുറത്തുവന്നത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരാണ് വോട്ടർമാരെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. തിരുവനന്തപുരം കളക്ടറെ വിമർശിച്ചതിന് CPI സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് നോട്ടീസ് നൽകിയ സംഭവത്തിൽ നിലപാട് കടുപ്പിച്ച് ജോയിന്റ് കൗൺസിൽ. സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ചികിത്സ നിഷേധിച്ച കളക്ടറുടെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് വിമർശനം. നിരന്തരം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടതെന്ന് ജോയിന്റ് കൗൺസിൽ. ഡൽഹി വിമാനത്താവളത്തിലും ആശുപത്രികളിലും ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ സ്കൂളുകളിലേക്ക് വ്യാപകമായി വ്യാജ ബോംബ് ഭീഷണി എത്തിയിരുന്നു. LDFൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം. ജൂണിൽ ഒഴിവ് വരുന്ന സീറ്റ് പാർട്ടിക്ക് നൽകണമെന്ന് സ്റ്റീഫൻ ജോർജ്. CPIക്ക് കഴിഞ്ഞ തവണ പ്രാതിനിധ്യം നൽകിയെന്നും വിശദീകരണം. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. മാത്യു കുഴൽനാടൻ MLAയുടെ കയ്യേറ്റ ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന് CPIM. കേസുണ്ടെന്നറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയത് വൻ തട്ടിപ്പെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. റിസോർട്ട് ലൈസൻസിനായി മാത്യു കുഴൽനാടൻ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ചെന്നും ആരോപണം. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഇന്ന് 2 മരണം. മരിച്ചത് പോത്തുകൽ സ്വദേശി ഇത്തിക്കൽ സക്കീറും കാളികാവ് സ്വദേശി ജിഗിനും. ഇരുവരുടെയും അന്ത്യം ചികിത്സയിലിരിക്കെ ജില്ലാ മെഡിക്കൽ ഓഫീസർ നാളെ അടിയന്തര യോഗം വിളിച്ചു. ബോധവൽക്കരണം ഊർജിതമാക്കാൻ തീരുമാനം. കനത്ത മഴയിൽ തൃശൂർ മുള്ളൂർക്കരയിൽ വ്യാപക കൃഷിനാശം. നരിപ്പറ്റ ബാബുവിന്റെ 150ഓളം വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചങ്ങാലിക്കോടൻ വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. പാലക്കാട് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് പനി ബാധിച്ച് 3 വയസ്സുകാരി മരിച്ചു. അമ്പലപ്പാറ ST കോളനിയിലെ കുമാരന്റെ മകൾ ചിന്നുവാണ് മരിച്ചത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും. ആക്രമണം മതിയായ ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച്. അതിക്രമമുണ്ടായത് ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സുസ്മിത്തിനെതിരെ. കോടഞ്ചേരി സ്വദേശി രഞ്ജുവിനെതിരെ കേസെടുത്ത് പോലീസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്ന് മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി. നാടിനെ നടുക്കിയ കരമന കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും പിടിയിൽ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരിലേക്കും അന്വേഷണം.
അറസ്റ്റിലായ പ്രതികൾ 2019 അനന്തു വധക്കേസിലും ഉൾപ്പെട്ടവർ. അനന്തു വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ നീക്കവുമായി പോലീസ്. കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ യുവാവ് കടലിൽ മുങ്ങി മരിച്ചു. മരിച്ചത് കത്രക്കടവ് സ്വദേശി അഭിഷേക്. അപകടം കുളിക്കുന്നതിനിടെ. മലബാറിൽ അധിക +1 ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ്. പ്രതിസന്ധി രൂക്ഷമാണെന്നും സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വേനൽമഴ സജീവമായതോടെ KSEBിക്ക് ആശ്വാസം. തുടർച്ചയായ 2ാം ദിനവും വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിൽ താഴെ. പീക്ക് സമയത്തെ ആവശ്യകതയും കുറഞ്ഞു. കുട്ടനാടിന് പിന്നാലെ പത്തനംതിട്ട തിരുവല്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. നിരണത്തെ സർക്കാർ ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഒരാഴ്ച മുമ്പ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു. ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. കൊട്ടാരക്കര പുത്തൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. തച്ചൻമുക്ക് സ്വദേശി അനന്തുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തു പകരുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേന്ദ്ര ഏജൻസികളുടെ അമിതാധികാര പ്രയോഗം നീതിപീഠത്തിന് പോലും ബോധ്യപ്പെട്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ. ഗവർണർ CV ആനന്ദബോസിനെതിരെ ആരോപണം കടുപ്പിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഗവർണർ പുറത്തുവിട്ടത് എഡിറ്റ് ചെയ്ത വീഡിയോ. CV ആനന്ദബോസ് രാജിവെക്കണമെന്നും ആവശ്യം. മമതാ ബാനർജിയുടെ രാഷ്ട്രീയം വൃത്തികെട്ടതാണെന്ന് CV ആനന്ദബോസ്. കോഴിക്കോട് തിരുവമ്പാടിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച് അപകടം. കാറിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പുല്ലൂരാമ്പാറയിലാണ് അപകടം. തൃപ്പൂണിത്തുറയിൽ മകൻ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു പോയ വയോധികനെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റി. മൂവാറ്റുപുഴ ആലിൻചുവട്ടിലുള്ള വീട്ടിലേക്കാണ് മാറ്റിയത്. ഷൺമുഖനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മകൻ അജിത്ത് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചെത്തിയാലുടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ്. മൂവാറ്റുപുഴയിൽ 8 പേരെ ആക്രമിച്ച വളർത്തുനായ ചത്തു. നായയ്ക്ക് പേവിഷബാധയുണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തും. പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈർ വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ. 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാകുമെന്ന സാഹചര്യത്തിൽ പ്രതികളുടെ ആവശ്യം അപ്രസക്തമാണെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ച് മന്ത്രി V അബ്ദുറഹിമാൻ. കേരളത്തിനെതിരായ ഗൂഢനീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യം. ആലുവ SN പുരത്ത് മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ആക്രമണം. കലാകൗമുദി റിപ്പോർട്ടർ ജിഷയുടെ വീട് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ളയുടെ മകൻ ബിബിൻ അന്തരിച്ചു. 50 വയസ്സായിരുന്നു. അന്ത്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. സംസ്ഥാന ആസൂത്രണ വകുപ്പ് വൈസ് ചെയർമാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ബിസിനസ് സ്റ്റാൻഡേർഡ്, ഫൈനാൻഷ്യൽ എക്സ്പ്രസ് എന്നീ സ്ഥാപനങ്ങളിലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ മുൻ MLA അതിക്രമിച്ചു കയറിയെന്ന് പരാതി. മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനിടയിലാണ് മുൻ MLA MM യൂസഫ് അകത്ത് കടന്നത്. മറ്റൊരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നാവശ്യപ്പെട്ട് മോർച്ചറിയിൽ ബഹളമുണ്ടാക്കിയെന്നും പരാതി. കോഴിക്കോട് കിണർ നിർമ്മാണത്തിനിടെ തൊഴിലാളി ബോധരഹിതനായി കിണറ്റിൽ കുടുങ്ങി. തിരുവമ്പാടിയിലാണ് അപകടം. ചേപ്പിലങ്കോട് സ്വദേശി കീരനാണ് കിണറ്റിൽ കുടുങ്ങിയത്. ഫയർഫോഴ്സ് എത്തി പിന്നീട് രക്ഷപ്പെടുത്തി. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. എറണാകുളം കിഴക്കമ്പലത്ത് കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച് ഗൃഹനാഥനെ വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. എറണാകുളം DCC സെക്രട്ടറി ഉൾപ്പെടുന്ന സംഘത്തിനെതിരെ കേസെടുത്ത് പോലീസ്. DCC സെക്രട്ടറിയായ കൊച്ചി സ്വദേശി അമീർ ബാവ, ഷിജു എന്നിവർക്കെതിരെയാണ് കേസ്. പാലക്കാട് വടക്കഞ്ചേരി ഹനഫി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. പിടിയിലായത് തൃശൂർ ഒള്ളൂർ സ്വദേശി നവീൻ. മോഷണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. മലപ്പുറം തിരൂരിൽ പോലീസിനെ ആക്രമിച്ച് മണൽക്കടത്ത് സംഘം. കസ്റ്റഡിയിലെടുത്തയാളെ കൂട്ടിക്കൊണ്ടുപോയി. ആക്രമണത്തിൽ 2 സിവിൽ പോലീസ് ഓഫീസർമാർക്ക് പരിക്ക്. കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് ആക്രമണം നടത്തിയ പിതാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് ചിറ്റാരിക്കൽ കലമ്പൂർ സ്വദേശി PV സുരേന്ദ്രനാഥ്. മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയ്ക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തുകയായിരുന്നു. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശിയായ അക്ഷയ് എന്ന യുവാവിനെ കാണാനില്ല എന്ന് പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ നിന്നും കടയിൽ പോയതാണ്. പിന്നീട് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് ബന്ധുക്കൾ. അന്വേഷണം ആരംഭിച്ച് പോലീസ്.
കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. ഫാഷൻ ജ്വല്ലറിയുടെ പൂട്ട് തകർത്ത് മോഷ്ടാവിന്റെ മുഖം മറച്ച ദൃശ്യം CCTVയിൽ പതിഞ്ഞു. അന്വേഷണം തുടങ്ങിയെന്ന് ബാലുശ്ശേരി പോലീസ്. കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം പുലർച്ചെ 4 മണിയോടെ. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മലപ്പുറത്ത് നിരവധി കേസുകളിൽ പ്രതിയായ ഗുണ്ടയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് തേഞ്ഞിപ്പാലം സ്വദേശി ഫൗർദൌസ്. വധശ്രമം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് ഇയാൾ. മലപ്പുറം വെന്നിയൂരിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചത് വേങ്ങര കൂരിയാട് സ്വദേശി K നസീൽ. ബംഗളൂരു സ്വദേശി മാനിനി രചിച്ച ജഡായു രാമക്ഷേത്രം എന്ന പുസ്തകം മാതാ അമൃതാനന്ദമയി പ്രകാശനം ചെയ്തു. മൈസൂർ അവധൂത ദത്താപീഠം മഠാധിപതി ഗണപതി സച്ചിദാനന്ദ സ്വാമികളാണ് പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത്. റോട്ടറി ക്ലബ്ബ്, ടെക്നോപോളിസ് കാക്കനാടും ഏലൂർ NLF കൂട്ടായ്മയും ചേർന്ന് ഏലൂർ പഞ്ചായത്ത് കോളനിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ടെക്നോപോളിസ് ഭാരവാഹി സായി പരമേശ്വരൻ, വാർഡ് കൗൺസിലർ സരിത, AK ലാലൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന അറിയിപ്പുകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ 2024-25 വർഷത്തേക്കുള്ള MBA പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ തീയതി നീട്ടി. ഈ മാസം 20 വരെ അപേക്ഷ നൽകാം. കൊല്ലം കരുനാഗപ്പള്ളി തഴവ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗസ്റ്റ് ലെക്ചർ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. ദേശീയ വാർത്തകൾ. ആം ആദ്മി പാർട്ടിയെ പിളർത്താൻ അമിത്ഷായും ഭഗവന്ത് മന്നും തമ്മിൽ ധാരണ എന്ന ആരോപണവുമായി പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് ബാദൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പിളർത്തുമെന്ന് ആരോപണം. അയോധ്യ ശുദ്ധീകരണ പരാമർശത്തിൽ വിശദീകരണവുമായി നാനാ പട്ടോളെ. വിധിപ്രകാരമല്ല പ്രാണപ്രതിഷ്ഠ നടന്നതെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. ചിട്ടാവിധി പ്രകാരം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ചടങ്ങ് നടത്തുമെന്നും പ്രതികരണം. രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള BSF പതാക ഔദ്യോഗികമായി ഉയർത്തി. ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരിയിൽ BSF മേധാവി നിതിൻ അഗർവാളാണ് പതാക ഉയർത്തിയത്. 350 അടി ഉയരത്തിലാണ് പതാക. ഉത്തരാഖണ്ഡിൽ ചാർധാം തീർത്ഥാടനത്തിന് തുടക്കം. ബദ്രീനാഥ് ക്ഷേത്രം ഭക്തർക്കായി തുറന്നു. ഭക്തിഗാനങ്ങൾ ബാൻഡിൽ വായിച്ച് സൈനികർ. കണ്ണൂർ പിലാത്തറ സ്വദേശി ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് ബദ്രീനാഥിലെ ഇപ്പോഴത്തെ മുഖ്യ പൂജാരി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച കേസിൽ ബാബ രാംദേവിന് സമൻസ് അയച്ച് ഹരിദ്വാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ജൂൺ 7 ഹാജരാകാൻ നിർദ്ദേശം. മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണ ഉൾപ്പെടെയുള്ള പതഞ്ജലിയുടെ മറ്റ് ചുമതലക്കാർക്കും സമൻസ്. ജമ്മുകശ്മീരിലെ ബന്ദിപ്പോരയിൽ തീവ്രവാദി സംഘത്തെ സഹായിച്ച ആൾ പിടിയിൽ. ആയുധങ്ങൾ പിടിച്ചെടുത്തു. സംയുക്ത ഓപ്പറേഷൻ നടത്തിയത് ഇന്ത്യൻ ആർമിയും ബന്ദിപ്പോര പോലീസും ചേർന്ന്. മുംബൈയിൽ കസ്റ്റംസ് ഡ്യൂട്ടി ക്ലിയറൻസിനായി ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന കുരുമുളകും വെറ്റിലയും മോഷ്ടിച്ചു. മോഷണം പോയത് 16 കോടി രൂപയുടെ കുരുമുളകും വെറ്റിലയും. 3 പേർ അറസ്റ്റിൽ. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സഞ്ചരിച്ച ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനം ദുരുദ്ദേശപരമെന്ന് വിമർശനം. NDA നേതാക്കളുടെ വാഹനത്തിൽ ഇതുവരെ പരിശോധന നടന്നിട്ടുണ്ടോ എന്നും കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ പ്രായം പറഞ്ഞുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരിഹാസത്തിൽ പ്രതികരണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന തോൽവിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്ന് പ്രതികരണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി വീണ്ടും ഉയർന്ന ചൈന. 2023-24 കാലയളവിൽ നടന്നത് $118.4 ബില്യൺ കയറ്റിറക്കുമതി. US ആണ് തൊട്ടുപിന്നിൽ. UAEക്ക് 3-ാം സ്ഥാനം. രാജ്യാന്തര വാർത്തകൾ. സൗരക്കാറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ്. ഉപഗ്രഹങ്ങളെ ബാധിക്കുമെന്നതിനാൽ വാർത്താവിനിമയം, വൈദ്യുതി വിതരണ ശൃംഖലയും തടസ്സപ്പെടുമെന്ന് അമേരിക്കയിലെ നോവ ഏജൻസി. ഭൂമിയുടെ 17 മടങ്ങ് വലിപ്പമുള്ള സൗരകളങ്കമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. റഫേലും വടക്കൻ ഗസയിലും കൂട്ടക്കുടിയൊഴിപ്പിക്കലുമായി ഇസ്രയേൽ സൈന്യം. 1.5 ലക്ഷം പേർ പലായനം ചെയ്തതായി UN അഭയാർത്ഥി ഏജൻസി.
റഫേൽ ഇസ്രയേൽ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ഒരു ഇസ്രയേൽ ബന്ദി കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ്. കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷ് ഇസ്രയേൽ പൗരൻ നദവ് പോപ്പിൾവെൽ. ഹമാസ് ബന്ദികളാക്കിയ 128 പേരെയും വിട്ടയച്ചാൽ ഗസയിൽ വെടിനിർത്തൽ നാളെ തന്നെ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഹമാസ് ആണ് തീരുമാനമെടുക്കേണ്ടതെന്നും അമേരിക്ക. ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൂടി കാനഡയിൽ അറസ്റ്റിലായത് 22-കാരനായ അമർദീപ് സിംഗ്. ഇതോടെ കേസിൽ അറസ്റ്റിലാവുന്ന ഇന്ത്യക്കാരുടെ എണ്ണം 4 കോവിഡിനെക്കുറിച്ച് ആദ്യമായി ലോകത്തിന് വിവരം നൽകിയ ചൈനീസ് മാധ്യമപ്രവർത്തകയ്ക്ക് ജയിൽ മോചനം. ഷാങ്ഹാനെയാണ് 4 വർഷത്തിനു ശേഷം മോചിതയായത്. രാജ്യത്തിന്റെ സമാധാനം തകർത്തുവെന്ന് കാണിച്ച് 2020-ലായിരുന്നു അറസ്റ്റ്. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 10,000-ങ്ങളെ ഒഴിപ്പിച്ചു. ആൽബർട്ടയിലും ജാഗ്രതാ നിർദ്ദേശം. യുക്രൈനിലെ ഡൊണാറ്റ്സ്കിൽ ഹോട്ടലിന് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. ഖാർക്കീവിലെ 5 ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യയുടെ അവകാശവാദം. പന്നിയുടെ വൃക്ക സ്വീകരിച്ച 62-കാരൻ മരിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞ 2 മാസത്തിനു ശേഷമാണ് റിച്ചാർഡ് സൈൽമാന്റെ അന്ത്യം. മസാച്യുസെറ്റ്സ് ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. പവന് 53,800 രൂപയും ഗ്രാമിന് 6,725 രൂപയുമാണ് വില. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കൂടി ഔൺസിന് $2,330 മുകളിലായി. അടിയന്തര ആവശ്യം നേരിടാൻ ഉള്ളി സംഭരണം ആരംഭിച്ച കേന്ദ്ര സർക്കാർ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് 5 ലക്ഷം ടൺ അടിയന്തര സ്റ്റോക്ക് സംഭരിക്കും. വിപണി വിലയ്ക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് ഉള്ളി സംഭരിക്കുമെന്ന് കാർഷിക മന്ത്രാലയം. പുതിയ ഫോൺ പുറത്തിറക്കാനൊരുങ്ങി മോട്ടോറോള. ഈ വർഷത്തെ ബജറ്റ് ഫോണാകുമെന്ന അവകാശവാദവുമായി കമ്പനി. ചിപ്പ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി $7 ബില്യൺ പിന്തുണാ പാക്കേജുമായി ദക്ഷിണ കൊറിയ. നീക്കം ചിപ്പ് നിർമ്മാണത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് മത്സരം കടുത്തതോടെ. പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ധനമന്ത്രി ചോയ് സാങ് മോക്ക്. പുതിയ അപ്ഡേഷനുമായി ഗാലക്സി S22 സീരീസ്. One UI 6.1 അപ്ഡേറ്റ് US-ൽ അവതരിപ്പിക്കാനൊരുങ്ങി സാംസങ്. അപ്ഡേഷനിലൂടെ ഗാലക്സി AI ഫീച്ചറുകൾ മെച്ചപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇൻഫിനിക്സ് GT 20 Pro ഫോൺ ഈ മാസം 21-ന് ലോഞ്ച് ചെയ്യും. X5 ടെർബോ ഗെയിമിംഗ് ചിപ്പാണ് പ്രധാന സവിശേഷത. കായിക വാർത്തകൾ. നൈറ്റ് റൈഡേഴ്സ് താരവും മീഡിയം പേസറുമായ രമൺദീപ് സിംഗിന് പിഴ ശിക്ഷ. മാച്ച് റഫറിയുടെ തീരുമാനം ചോദ്യം ചെയ്തതിനാണ് താരത്തിന് ശിക്ഷ. IPL അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന താരങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് സുനിൽ ഗവാസ്കർ. ഒരു സീസൺ മുഴുവൻ കളിക്കാനാണ് താരങ്ങളെ IPL ടീമുകൾ വൻ വില നൽകി സ്വന്തമാക്കുന്നതെന്ന് ഗവാസ്കർ. കിലിയൻ എംബാപ്പയ്ക്ക് PSG-യുടെ മൈതാനത്ത് ഇന്ന് അവസാന മത്സരം. രാത്രി 12:30-ക്ക് നടക്കുന്ന കളിയിൽ ടുലീസോയാണ് എതിരാളികൾ. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. പാട്ടുപാടി തകർത്ത് പൃഥ്വിരാജ്, ആവേശത്തോടെ കാണികൾ. സുഷിൻ ശ്യാമിന്റെയും നസ്രിയുടെയും രസകരമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ലോക മാതൃദിനത്തിൽ അമ്മയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് നടൻ മോഹൻലാൽ. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. അമ്മയാണ് പലരുടെയും ആദ്യ കോച്ച്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കിഡ്സ് ടീമിന്റെ മത്സരത്തിനിടെ മകനെ ടച്ച് ലൈനിൽ നിന്ന് പ്രചോദിപ്പിക്കുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ ഈ മാതൃദിനത്തിൽ വൈറൽ.
വാരണമായിരം എന്ന ചിത്രത്തിലെ പാട്ടുപാടി വൈറലായി ഒരു കൂട്ടം ചെറുപ്പക്കാർ. അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനം പാടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി വൈശാഖ്. സ്വീഡിഷ് സംഗീത മത്സരത്തിൽ ഇസ്രയേൽ പങ്കെടുത്തതിനെതിരെ പ്രതിഷേധം എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. പോലീസ് വാഹനങ്ങളടക്കം തീയിട്ട് നശിപ്പിക്കുന്ന വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത്. ഇസ്രയേൽ ഗായകൻ ഏദൻ ഗോലാനെതിരെ പ്രതിഷേധമുണ്ടായെന്നും വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. 2009 സ്വീഡനിലെ ടെന്നീസ് മത്സരത്തിനിടെയുണ്ടായ വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്ത. കാസർഗോഡ് നഗരത്തിൽ ദേശീയപാത നാളെ അടയ്ക്കും. മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡ് പണിയുടെ ഭാഗമായി നാളെ നഗരത്തിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും. രാവിലെ 8 മുതൽ രാത്രി 11 വരെയാണ് നിയന്ത്രണം. തിരുവനന്തപുരം കഴക്കൂട്ടം മൺവിള ഗവൺമെന്റ് LPSലെ LPSTയുടെ താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നാളെ നടക്കും. അഭിമുഖം ഉച്ചയ്ക്ക് 2-ന് സ്കൂളിൽ. കോലഞ്ചേരി ചൂണ്ടി രാമമംഗലം റോഡിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 315ആയി. നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ട്. ബഗ്ലാൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഇന്തോനേഷ്യയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 28 പേർ മരിച്ചു. 4 പേരെ കാണാതായി. ഇന്ത്യ ആസിയാൻ FTAയുടെ അടുത്ത റൗണ്ട് ചർച്ചകൾ ജൂലൈ 29-ന് ജക്കാർത്തയിൽ നടക്കും. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കും. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.